ഒരു മാസം 30 ദിവസം പരിശുദ്ധ ബലി പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ 3600 രൂപ അതിന് ചെലവ് വരുന്നെങ്കിൽ ആ പരിശുദ്ധ ബലിയുടെ വിലയെന്ന് പറയുന്നത് ഒരു 3600 ഒരു 36,000 ഒരു 42,000 ഒരു ലക്ഷം ഒന്നുമല്ല. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് അന്ന് ആ സഹോദരിയോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരത് സ്വീകരിച്ചോ പിന്നെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ ഒരു 30 രൂപ അല്ലെങ്കിൽ ഒരു 40 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ മുടക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും കാരണവശാൽ ഈ പണത്തെ കെട്ടിപ്പിടിച്ച് ദേവാലയത്തിലേക്ക് ഈ പൈസ പോകുമല്ലോ എന്നോർത്ത് ആഴ്ചയിൽ 7 ദിവസവും പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടും ഈ പണത്തിന്റെ നഷ്ടം ഓർത്തിട്ട് പരിശുദ്ധ ബലി ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നീ നിന്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ സഹോദരി പറഞ്ഞതിൽ അവരുടെ കുടുംബത്തിൽ തന്നെ വലിയൊരു ദുരന്തമാണ്. കാരണം മക്കള് കെട്ടിവന്ന പെമ്മക്കൾക്കൊന്നും മക്കള് വേണ്ട, അവർക്കൊന്നും അതിനോടൊന്നും ഒരു താല്പര്യമില്ല. പ്രാർത്ഥിക്കണം എന്ന് പറയാം, ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് ഉള്ള അവർക്കൊരു തോന്നാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മരണശേഷം ഈ പൈസയൊക്കെ എന്ത് ചെയ്യും? ഇവരുടെ മരണശേഷം ഈ ഏക്കർ കണക്കിന് സ്ഥലം അന്ന് അറിയാം കാപ്പിയും അടക്കായും കുരുമുളകും ഒക്കെ ഉണ്ട്. ഭർത്താവ് ആക്സിഡന്റ് മരിക്കുന്നത് വരെയും ഇവരും ഭർത്താവും കൂടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണശേഷം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചല്ലേ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന ദാനധർമ്മത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ സ്വർഗീയ സമ്പത്തും നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന, നമ്മൾ തുരുക്കൂട്ടി വെക്കുന്ന ആത്മീയ കൃപകളുമാണ്. അതിൽ കവിഞ്ഞ് നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നീ പങ്കെടുക്കാത്ത ഒരു പരിശുദ്ധ ബലി, ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് നിന്റെ മരണശേഷം നിന്റെ ആത്മാവിന് പങ്കെടുക്കാൻ സാധിക്കത്തില്ല. അവിടെ കിടന്ന് നിന്റെ ആത്മാവ് ആ തീയിൽ കിടന്ന് ഉരുകാന്നല്ലാതെ, അവിടെ കിടന്ന് വേദനിക്കാന്നല്ലാതെ നിനക്ക് അവിടെ കിടന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സാധിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയിലെ സൺഡേ സ്കൂളിന്റെ കുട്ടികൾക്കായിട്ട് പരിശുദ്ധ കുർബാന മിക്കവാറും 10 മണിക്കത്തെ 10:30 ഒരു കുർബാനയായിരിക്കും. ഈ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു രസകരമായ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാം ക്ലാസ് ചേർത്ത കുട്ടി കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കും. ആ കുട്ടി പിറ്റേ വർഷം 2-ാം ക്ലാസ്സിലെത്തി. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഏറ്റവും അവസാനം 12-ാം ക്ലാസ്സിലെത്തി കഴിയുമ്പോൾ ഈ കുട്ടി നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ആ ദേവാലയത്തിലെ പരമാവധി ഒരു പകുതിക്ക് താഴെ അല്ലെങ്കിൽ 3/4 ഭാഗത്ത് അവസാന ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. ഇവന്റെ ഈ 12-ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി പിന്നെ ഇവന്റെ ദേവാലയത്തിലെ സ്ഥാനം എവിടെയാണെന്നറിയോ? പോർട്ടിക്കോയില, ദേവാലയത്തിലെ പോർട്ടിക്കോയിൽ. അത് മാത്രമല്ല, പോർട്ടിക്കോയിൽ നിൽക്കുക മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് അൾത്താരയ്ക്ക്, അതായത് പുറത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശോചനീയമായ ഒരു കാഴ്ചയാണ് ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? 1-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഏറ്റവും മുമ്പന്തിയിൽ നിന്നിരുന്ന ഒരു കുട്ടി, ഒരു കൊച്ച്, അവൻ 12-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും, ആ 12-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ യുവാവായി കഴിഞ്ഞപ്പോഴത്തേക്കും അവന്റെ പിന്നെ സ്ഥാനം ദേവാലയത്തിന് പുറത്ത് പോർട്ടിക്കോയിലും മുറ്റത്ത് മരച്ചോട്ടിലും ഒക്കെ. അതിനുശേഷം പിന്നെ ഒരു അല്പം കൂടെ കഴിയുമ്പോൾ അതിൽ പലരെയും പിന്നെ കാണാനേ ഇല്ല.